ഹലോ, അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനഗറിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പഹൽഗാമിലോട്ടാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പഹൽഗാമിലോട്ട് പോവാണ്. അവിടുത്തെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ആലു പറാത്തയാണ്. ആലു പറാത്തയും അതിൻ്റെ കൂടെ തൈരാണ് കേട്ടോ കൂട്ടാനുള്ളത്. തൈര് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടിയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു മസാലപ്പൊടിയും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കണം. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഇത് കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ. ഞാനേ ഇപ്പോൾ നമ്മുടെ ടെറസിലോട്ട് വന്നതാണ്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ഇന്നലെ ഇവിടെ മൊത്തം സ്നോ ആയിരുന്നു, നല്ല സ്നോഫോൾ ആയിരുന്നു. ഇന്ന് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ പുറത്തോട്ട് അവിടെയൊക്കെ നേരത്തെ വീണ് കിടക്കുന്ന സ്നോ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പഹൽഗാമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്ക്, കാണുന്നുണ്ടോ എന്നറിയില്ല, സ്നോ ഇതാ വീണ് കിടക്കുന്നുണ്ട്. പുറകെയുള്ള വീടിൻ്റെ മേൽക്കൂരയിലൊക്കെ സ്നോ ആണ്. എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ ഈ സമയത്ത് വരണം കാശ്മീരിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് വിൻ്റർ സീസൺ ആണല്ലോ. അങ്ങനെ ഇനിയിപ്പം പഹൽഗാം എത്തുമ്പം അവിടെ ഇപ്പം -13 ടെമ്പറേച്ചർ. ഇപ്പോൾ ഇവിടെ -3. അപ്പോൾ നമുക്കവിടെ നല്ല സ്നോഫോൾ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അധികം സ്നോഫോൾ ആയാലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ ആക്ച്വലി വിചാരിച്ചിരുന്നത് വേറെ സോനാമാർഗ് പോകണമെന്നായിരുന്നു. പക്ഷേ നല്ല സ്നോഫോൾ വന്നുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ശ്രീനഗർ ഇവിടെ തന്നെയുള്ള ദാൽ ലേക്കും കാഴ്ചകളൊക്കെ കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ കുറച്ച് കുറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് നല്ല സ്നോഫോളും കിട്ടി, എല്ലാം കിട്ടി. അപ്പോൾ ഭയങ്കര ഒരു ഭാഗ്യമുള്ളൊരു സമയത്ത് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മളവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് പഹൽഗാമിലോട്ടാണ്. ഇവിടുന്ന് നമുക്ക് 92 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ ഈ ജമ്മു ശ്രീനഗർ ഈ ഒരു ഹൈവേ കൂടെ തന്നെ പോയിട്ട് അവന്തിപുരി ഒക്കെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുത്തിട്ടാണ് പഹൽഗാമിലോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ഇഷ്ടം പോലെ ഈ കുങ്കുമപ്പൂവ് വിൽക്കുന്ന കടകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ അവിടെയാണ്, ആ ഒരു ഏരിയയിലാണ് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മൾ കാശ്മീരാണെന്ന് പറയുമെങ്കിലും കാശ്മീരിൽ ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ ഇത് വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന കടകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട് എല്ലാവർക്കും അവിടുന്ന് വാങ്ങാനുള്ള സൗകര്യമൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് പോയിട്ട് അവിടെ നിന്ന് ഈ കുങ്കുമപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടാണ് പഹൽഗാമിലോട്ട് പോവുക. അതുപോലെ നമ്മളിന്ന് അവിടെ എത്തിയിട്ട് നമ്മൾ ബൈസൺ വാലിയിലോട്ട് പോകാൻ പറ്റുമോ അറിയില്ല. നല്ല മഞ്ഞ് വീഴ്ചയാണ്. ബൈസൺ വാലി എന്ന് പറയുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വലിയ തീവ്രവാദി ആക്രമണം ഉണ്ടായിരുന്നില്ലേ, അത് പഹൽഗാമിൽ ബൈസൺ വാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് പഹൽഗാം എന്ന് നമ്മൾ ഹോഴ്സ് എടുത്തിട്ട്, കുതിരേനെ എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ, അല്ലാണ്ട് പോകാൻ പറ്റില്ല. പിന്നെ നടന്നു പോകണം. ഈ 2 ഓപ്ഷനേ അങ്ങോട്ടേക്കുള്ളൂ. ബൈസൺ വാലി എന്ന് പറയുന്നത് വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ആ ഒരു അറ്റാക്കൊക്കെ ഉണ്ടായത്. അപ്പം ഇപ്പം അങ്ങോട്ടേക്ക് വിടുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പം അവിടെ പോയി നോക്കിയാലേ നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു 90 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. നമ്മുടെ രാജു ഭായ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ജമ്മുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് രാജു മാലിക് പുള്ളീനെ പറ്റി പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് കുറേ ദിവസം പുള്ളിയാണ് നമ്മളെ കൂടെ ഉണ്ടാവുന്നത്. പുള്ളി തന്നെയാണ് നമ്മുടെ ഡ്രൈവർ. ഇതിവിടെ ശ്രീനഗറിലുള്ള ആർമീൻ്റെ ഒരു കണ്ടോൺമെൻ്റ് ആണ്. അതിൻ്റെ കവാടത്തിൻ്റെ പേര് ശ്രദ്ധിച്ചു നിങ്ങൾ? രജീന്ദർ സിംഗ് ദ്വാർ, അതായത് രജീന്ദർ സിംഗ് കവാട എന്നാണ് ആ ഒരു പേര്. നിങ്ങൾക്കറിയോ അത് ആരാണ് എന്ന്? പുള്ളീനെ പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്. ആരാന്നറിയോ? നമ്മൾക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, ആ കിട്ടിയ വർഷം തന്നെ നമുക്ക് പാകിസ്ഥാനായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിരുന്നു. ആ ഒരു യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച ഒരു പട്ടാളക്കാരനായിരുന്നു രജീന്ദർ സിംഗ്. ഇവിടെ ജമ്മു കാശ്മീരിൽ ജനിച്ച് വളർന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന 2ാമത്തെ മിലിറ്ററി അവാർഡായിട്ടുള്ള മഹാവീർ ചക്ര നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ്. നമ്മുടെ രാജ്യം 47 സ്വാതന്ത്ര്യം നേടി ആ വർഷം തന്നെ നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ നമ്മുടെ രാജ്യത്തെ പിടിച്ചു നിർത്താൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു തുണ്ട് ഭൂമി പോലും മറ്റൊരാൾക്കും വിട്ടുകൊടുക്കൂല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ യുദ്ധം ചെയ്ത പട്ടാളക്കാരെയൊക്കെ നമ്മൾ ശരിക്കും ഓർമ്മിക്കേണ്ടതാണ്. അങ്ങനെ ഒരാളാണ് രജീന്ദർ സിംഗ്. അതുപോലെ നിങ്ങൾ ഈ ഒരു ടാങ്ക് കണ്ടോ? ഇത് പാകിസ്ഥാനായിട്ടുള്ള യുദ്ധത്തിൽ നമ്മുടെ രാജ്യം പിടിച്ചെടുത്താണ് അവരുടെ കയ്യിൽ നിന്ന്. അതിപ്പോഴും
ഇവിടെ എല്ലാവരും കാണാൻ വേണ്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാൻ്റെ ടാങ്കാണത്. പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ആർമി പിടിച്ചെടുത്തതാണത്. നിങ്ങളെ അവിടെയായിട്ട് ഈ ഒഴിഞ്ഞു കിടക്കുന്ന വലിയൊരു സ്ഥലം കണ്ടോ? അത് IIM ജമ്മുവില്ല, IIM ജമ്മുവിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് വരാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്ത സ്ഥലമാണ്. അവിടെയാണ് IIMൻ്റെ ഓഫ് ക്യാമ്പസ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് കിടക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത്. അവിടെയൊക്കെ ആർമീൻ്റെ പ്രൊട്ടക്ഷൻ കാണാൻ പറ്റും നമുക്ക്. ഇതാ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇതൊക്കെ കുങ്കുമപ്പൂ ഉണ്ടാക്കുന്ന പാടങ്ങളാണ് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. അപ്പം ഇവിടുന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയാൽ ഇഷ്ടംപോലെ ഷോപ്പുകൾ കാണാൻ പറ്റും. അതൊക്കെ ഇതാ ഇവിടുന്ന് ഉണ്ടാക്കുന്നത്. ഈ താഴെ കാണുന്നതൊക്കെ കുങ്കുമപ്പൂ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മളെ അപ്പോൾ ഇവിടുന്ന് പഹൽഗാമിലോട്ട് പോകുന്ന വഴിയില്ലേ, ഇവിടെ കുങ്കുമപ്പൂവിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നമുക്ക് ഇവിടുന്ന് കുങ്കുമപ്പൂവൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ ഉണ്ടാക്കുന്ന കാശ്മീരിലാണ്. അപ്പോൾ നമുക്ക് ഒറിജിനൽ സാധനം കിട്ടും ഇവിടെ. അതിൻ്റെ ഷോപ്പാണിത്. നമുക്ക് അവിടെ കയറിയിട്ട് എന്തൊക്കെ ടൈപ്പാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് നമ്മളിന്ന് ഇവിടുന്നാണ് നേരെ പഹൽഗാമിലോട്ട് പോകുന്നത്. ഇതാണ് ഷോപ്പ് വരുന്നത്. നമുക്ക് അകത്ത് കയറി നോക്കാം. ഒരു ടെസ്റ്റ് ഉണ്ട്. ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുങ്കുമപ്പൂ മാത്രമല്ല. എല്ലാവരും ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മുടെ കുങ്കുമപ്പൂ മാത്രമല്ല, കാശ്മീരി സ്പെഷ്യൽ മസാലകൾ, അതുപോലെ തന്നെ കാവയുടെ പൊടി, അത് ചായക്കും കാപ്പിക്കും വേണ്ടിയിട്ടുള്ള പൊടികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടും. Some famous products in our valley like saffron, shilajit, kesaram, some nuts and some berries. Apart from that, there is some specialty in our shop that is known as kahwa. Kahwa, also known as saffron tea. It is same thing. Whether you take kahwa or saffron tea, it is same thing. How you can differentiate between original saffron and duplicate saffron? Firstly, you will see this is a saffron flower. It is a flower just only 2 to 3 inch, and one flower contains 6 stigmas. Only 6. 3 yellow, 3 red. But in this flower, this yellowish part is totally wastage. This yellowish part has no medicinal value. It has no medicinal, it has no beneficial. But only the valuable part is that is this red part. This one is valuable. This one contains a lot of medicines. But if you take the original one, if you take the duplicate one, their result will be different. If you take the original one, it is good for pregnancy, it is good for pregnant ladies, it is good for asthma patient, it is good for migraine pains, it is good for skin glowiness, it is good for eyesightness, it has anti-cancer properties, it is good for heart disease. But when you take the original one, if you take duplicate one like this, then result will be different. So how you can differentiate between original saffron and duplicate saffron? We will take 2 glasses of water. One, we will put the original one. This one is original. We will put in 1 glass of water. Now you see, this one is original and this one is fake. Both gives the yellowish color. This one also gives the yellowish color. This duplicate saffron also gives the yellowish color. But only difference. This duplicate saffron gives color suddenly, but it remains. It takes some time to leave its original color. Okay. ഇവിടെ നമുക്ക് 2 ഗ്രാം, 5 ഗ്രാം, 10 ഗ്രാം അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യാജനും ഒറിജിനലും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് പുള്ളി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്.
അങ്ങനെ എല്ലാവരും അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പഹൽഗാമിലോട്ടാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പോകുന്നത് ശ്രീനഗർ ജമ്മു ഹൈവേ ആണ്. അപ്പോൾ ഈ ഹൈവേയിൽ നമുക്ക് ദൂരം ഇടവിട്ടിട്ട് CRPFൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ പറ്റും. രണ്ട് ഉദ്യോഗസ്ഥന്മാർ വെച്ചിട്ട് അവർ ഈ ഹൈവേയിൽ മൊത്തം പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്നുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്ര പട്ടാളക്കാരെ നമുക്ക് കാശ്മീരിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് തന്നെ എന്ത് വലിയ കഷ്ടമാണ്. അതാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ രീതിയിലുള്ള ബിഹേവിയർ. അവർ ടെററിസ്റ്റിനെ എങ്ങോട്ട് കയറ്റി വിടുക, എന്നിട്ട് അവർ മരിക്കും എന്ന് ഉറപ്പായിട്ടും ഇവിടെ വന്നിട്ട് നമ്മുടെ രാജ്യത്തോട് യുദ്ധം ചെയ്യുക, നമ്മുടെ പട്ടാളക്കാരെ ആക്രമിക്കുക, അവിടുത്തെ സാധാരണക്കാരെ കൊല്ലുക. വല്ലാത്തൊരു കഷ്ടമാണ്. കാശ്മീരി ജനത നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തൊട്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ്. അതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം സൗത്തിലെ ആളുകൾ പൊതുവെ ഒരു യുദ്ധവും കണ്ടിട്ടില്ല. നമ്മളൊരു യുദ്ധത്തിലും സത്യം പറഞ്ഞാൽ പങ്കെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പോലും വലിയൊരു ബുദ്ധിമുട്ടൊന്നും നമുക്കുണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ഇതാക്കി പറയല്ല, പക്ഷേ ഈ നോർത്തിലുള്ള ആളുകൾ എത്ര യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരി ജനതേൻ്റെ ഒക്കെ കാര്യം ആലോചിച്ച് നോക്ക്. അവർ നമ്മളുടെ രാജ്യം, അതായത് ഇപ്പം കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 1947 രൂപീകൃതമായതിനു ശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലല്ലേ അവർ ജീവിക്കുന്നത്. ഭയങ്കര കഷ്ടമാണത്. അതൊക്കെ മാറേണ്ട സമയമായി. നമ്മുടെ രാജ്യം തന്നെ ബഡ്ജറ്റിൻ്റെ വലിയൊരു വിഹിതം ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ കാശ്മീർ വലിയൊരു പ്രശ്നമായി നിൽക്കുന്നതുകൊണ്ടാണ്. മാറുമായിരിക്കും. മനുഷ്യൻ്റെ ബോധം കാണിച്ചു തുടങ്ങുന്ന കാലത്ത് ഇതൊക്കെ മാറുമായിരിക്കും എന്ന് വിചാരിക്കാം. അങ്ങനെ അവിടെ ഒരു ടോൾ ബൂത്ത് എത്തി. നമ്മളന്ന് ജമ്മുന്ന് ശ്രീനഗറിലോട്ട് വന്നത് ഈ റോഡ് വഴിയായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രാത്രി ആയി പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഇതൊന്നും നമ്മളന്ന് ശ്രദ്ധിക്കാണ്ടിരുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താ അറിയോ, ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പം ഇന്ത്യയുടെ ഫ്ലാഗ്, അതുപോലെ രാത്രി പോകുന്ന സമയത്ത് ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ പാറ്റേണിലുള്ള ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു കാലത്ത് വിഘടനവാദത്തിനെയും ഇതിനെയൊക്കെ പിന്തുണച്ചിരുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹമൊക്കെ കാണിക്കാന്ന് പറഞ്ഞു കണ്ടോ. അവിടെയൊക്കെ പട്ടാളക്കാരെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ ആളുകൾ തന്നെ വളരെ എന്താ പറയുക, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും അതൊക്കെ കാണിക്കുന്നത് നല്ല കാര്യമാണ്. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന ടെററിസ്റ്റുകളെയൊക്കെ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷെ അതൊക്കെ മാറണം. അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമല്ലേ കാണിക്കേണ്ടത്. പിന്നെ ഞാൻ ഈ അടുത്ത് ഒരു റീല് കണ്ട സമയത്ത് ഇവിടെ കാശ്മീരിലുള്ളൊരു കച്ചവടക്കാരനാണ്. പുള്ളി ഇവിടെ വന്ന മലയാളികളാണേ. പക്ഷെ എനിക്കത് വലിയ തമാശയായിട്ടൊന്നും തോന്നിയില്ല. അവരുടെ അടുത്ത് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത് എന്ന്. അപ്പോൾ അവർ കൊടുക്കുന്ന മറുപടി ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ പുള്ളി പെട്ടെന്ന് ചോദിക്കുകയാണ്, പിന്നെ ഞങ്ങളെന്താ പാകിസ്ഥാനിയാണോ എന്ന്. ഞങ്ങളും പിന്നെ ഈ രാജ്യത്ത് ജനിച്ച് വളർന്നവരാണെന്ന്. അപ്പോൾ പുള്ളി അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പറയുന്നതെന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ഒരു റീലാണ്. അപ്പം അത് തമാശയായിട്ടൊന്നും എനിക്ക് തോന്നില്ല. നമ്മൾ അവരെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാണ്ട് ജനിച്ചു വളർന്ന മലയാളികൾ അവിടെ പോയിട്ട് ജനിച്ച അന്ന് മുതൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന കാശ്മീരിനെ കളിയാക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കന്ന് തോന്നി. എനിക്ക് കണ്ട സമയത്ത് ഭയങ്കര ഒരു സങ്കടവും ഇതൊക്കെയാണ് തോന്നിയത്. കാരണം പുള്ളി പെട്ടെന്ന് വളരെ ഇമോഷണലിയാണ് പുള്ളി പറയുന്നത്, പിന്നെ ഞങ്ങളെന്താ പാകിസ്ഥാനിയാണോ എന്ന്. ആ രീതിയിൽ നമ്മൾ അവരെ ബ്രാൻഡ് ചെയ്യാനൊന്നും പാടില്ല. നമ്മുടെ രാജ്യത്തോട് സ്നേഹവും ആത്മാർത്ഥതയും അവരുടെ ഇതൊക്കെ ചെലവാക്കുന്ന ഇന്ത്യയിൽ തന്നെയാണ്. ഇവിടുത്തെ കച്ചവടക്കാരായാലും പാവപ്പെട്ടവരായാലും ഉണ്ടാവാം, എല്ലാ സ്ഥലത്തും ഉണ്ടാവാം. എന്താ കേരളത്തിൽ പിന്നെ അങ്ങനത്തെ ആളുകൾക്ക് കുറവുണ്ടോ? മോശം ചിന്താഗതിക്കാർ കേരളത്തിലും ഉണ്ട്, കാശ്മീരിലും ഉണ്ട്. അവരവിടെ ഒരു അതിർത്തി സംസ്ഥാനം ആയതുകൊണ്ട് മോശക്കാരാണ്, ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചുകൊണ്ട് മോശക്കാരാണ്. ഏതെങ്കിലും മതത്തിൽ ജനിച്ചുകൊണ്ട് ഒരാൾ നന്നാവുമോ മോശമാവുമോ ഒന്നുമില്ല. അപ്പോൾ ആ രീതിയിലൊന്നും നമ്മൾ അവരെ കാണാൻ പാടില്ല. ഇത് കണ്ടോ, ഇതൊരു സിഖ് ഗുരുദ്വാരയാണ് കേട്ടോ. സിഖ് മതത്തിൻ്റെ ആരാധനാലയമാണ് ഗുരുദ്വാരകൾ. അതൊരു ഗുരുദ്വാരയാണ്. അത് പോകുന്ന വഴിയിലുള്ളതാ. നമ്മളങ്ങനെ പോകുന്ന വഴിയിലുള്ള നല്ല മഞ്ഞൊക്കെ ഇതാ അവിടുന്ന് കണ്ടു തുടങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ മഞ്ഞ് കൂടുതലായിട്ട് നമ്മളിങ്ങനെ കണ്ടു തുടങ്ങും. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ കാര്യങ്ങൾ കുറവ്, നിങ്ങൾക്ക് കാണാൻ കാഴ്ചകൾ കൂടുതലായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാണുന്ന ഭംഗി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നമുക്ക് ആ ഭംഗി കണ്ടു പോവുക തന്നെയാണ്. ഇപ്പം തന്നെ കാണുന്നില്ലേ എന്ത് ഭംഗിയാണ്. ഞാനതാ പറയുന്നത്, നമ്മൾ ഈ ഒരു വിൻ്റർ സീസണിൽ ഒരിക്കൽ കാശ്മീർ ഒന്ന് വരണം എല്ലാവരും. എന്നിട്ട് ഈ ഒരു കാശ്മീരിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് പോകണം. കാരണം ഇത്ര മനോഹരമായൊരു സ്റ്റേറ്റ് നമ്മുടെ രാജ്യത്ത് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. പല ആളുകൾക്കും കാശ്മീർ വരുമ്പോൾ എന്തോ പേടിയാണ്. പക്ഷെ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ രാജ്യത്ത് നമ്മൾ എവിടെ പോകുന്ന പോലെയും കാശ്മീരിലോട്ട് നമ്മൾ വരണം. നിങ്ങളിവിടെ ഇലകളൊന്നും ഇല്ലാണ്ട് കാണുന്ന ഈ മരങ്ങൾ കണ്ടോ, ഇതൊക്കെ ആപ്പിൾ ചെടികളാണ് കേട്ടോ.
അതായത് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത്. നമ്മൾ പഹൽഗാമിലോട്ട് പോകുന്ന ഭാഗമാണ്. ഇഷ്ടംപോലെ ആപ്പിൾ തോട്ടങ്ങൾ, ആപ്പിളൊക്കെ വിൽക്കാൻ വെച്ചാൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ വിൻ്റർ സമയത്ത് ആപ്പിൾ മരങ്ങളിലൊന്നും ഇലകളോ ആപ്പിളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പാടങ്ങളാണ് നിങ്ങളെ കണ്ടത് മൊത്തം. ഇവിടെയൊക്കെ കണ്ടില്ലേ, ശരിക്കും നമ്മൾ ചുവന്ന മണ്ണൊക്കെ കണ്ട് ശീലിച്ച ആളുകൾ മൊത്തം മഞ്ഞ് വീണ് കിടക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരു മണ്ണിൻ്റെ കളറ് വെള്ളയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവിടെ മഞ്ഞ് മൊത്തം മൂടിക്കിടക്കുന്നത്. എന്ത് മനോഹരമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഇംഗ്ലീഷ് മൂവീസിൽ അതുപോലെ തന്നെ ബോളിവുഡ് മൂവീസിൽ, ഹിന്ദി മൂവീസിലൊക്കെയാണ് അതിൻ്റെ പാട്ട് ലൊക്കേഷൻസ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാമെന്ന് പറയുമ്പം ആ ഒരു അനുഭവം നമുക്ക് കിട്ടാൻ നമ്മുടെ രാജ്യത്ത് ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാശ്മീരാണ്. ഇത്ര മനോഹരമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഒരു ഭൂപ്രകൃതി അങ്ങനെയാണ്. വേറെ നമ്മൾ ഇതിനോട്, അതായത് നമ്മുടെ ഹിമാലയത്തിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതിൽ നിന്ന് കാശ്മീരിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ സൗന്ദര്യമാണ്. ഒരു വേറെ തന്നെ സൗന്ദര്യം കാശ്മീരിനുണ്ട്. ആ ഭംഗി നമ്മൾ ഈ ഒരു വിൻ്റർ സമയത്ത് ഒരിക്കലെങ്കിലും വന്നിട്ടൊന്ന് ആസ്വദിക്കണം. അത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ. നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകൾക്കൊക്കെ ഞാൻ എന്താ വിവരണം തരേണ്ടത്? അവിടെ കണ്ടില്ലേ, താഴെക്കൂടി ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറം കുറേ വീടുകളാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി കണ്ടോ? നമ്മൾ സീനറീസിലൊക്കെ അല്ലേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ, സീനറിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അത്ര മനോഹരമായിട്ട് കാണുന്ന കാര്യങ്ങൾ നേരിട്ട് കാണാമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് ശരിക്കും. അവിടെ ദൂരെയായിട്ടേ കുതിരപ്പുറത്ത് ആളുകൾ പോകുന്നത് കണ്ടോ? ഔ, എന്ത് രസമല്ലേ. എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ ഓർമ്മ വന്നു. അങ്ങനെ ആളുകൾ പോകുന്നത് കണ്ടപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ കണ്ടപ്പോഴേ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കാശ്മീർ വന്നതെന്നൊക്കെ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നിങ്ങളല്ലാതെ കാശ്മീരിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ജമ്മുവിൽ വന്നാലും ശ്രീനഗറിൽ വന്നാലും നിങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലോട്ടൊക്കെ വന്നിട്ട് കണ്ടിട്ട് പോകാൻ പറ്റും. ശ്രീനഗറിൽ വന്നിട്ട് അവിടെ താമസിച്ചിട്ട് ഓരോ സ്ഥലം കാണാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും പാക്കേജൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇപ്പോൾ 1-2 പേരൊക്കെ ആണെങ്കിൽ പാക്കേജൊക്കെ എടുത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഒരു 5-6 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ വന്നിട്ട് കണ്ടിട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ടൈം തന്നെ ഇങ്ങോട്ട് വരണം. ഞാൻ പ്രിഫർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ജനുവരിയാണ്. ഡിസംബറിൽ തണുപ്പൊക്കെ തുടങ്ങുമെങ്കിലും ജനുവരിയുടെ ഒരു 2ാമത്തെ ആഴ്ചയ്ക്കൊക്കെ ശേഷമാണ് നല്ല രീതിയിലുള്ള മഞ്ഞുവീഴ്ച ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വരുന്ന സമയങ്ങളിൽ നമുക്കൊരു ഭാഗ്യവും കൂടെ ഉണ്ട്. ചില ടൈമിൽ നല്ല മഞ്ഞുവീഴ്ചയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ അങ്ങ് ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ ആദ്യം ദിവസം നമ്മൾ ഗുൽമാർഗ് പോകണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവിടെ ക്ലോസ്ഡ് ആണ്, ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. അപ്പം ഇനിയിപ്പം നാളെ അറിയാൻ പറ്റുള്ളൂ അവിടുത്തെ അവസ്ഥ എന്താണ്. സോൻമാർഗ് ക്ലോസ്ഡ് ആണ്, കാരണം അങ്ങോട്ടൊക്കെ നമ്മൾ വലിയൊരു ടണലിലൂടെയാണ് പോകുന്നത്. ഇവിടെ കണ്ടോ നല്ല ബ്ലോക്ക് വന്നു. ഇനിയിപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയാണ് ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ അവർ ഓരോ വണ്ടിയും ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. നിങ്ങൾ എൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടോ, വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ട് മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന കണ്ടോ നിങ്ങൾ? ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാരണ എന്തായാലും നമ്മളൊന്നും ഇതൊന്നും കാണാൻ വഴിയില്ല. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ രസമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതൊക്കെ ഒന്ന് നേരിട്ട് വന്ന് കാണണം.
ഈ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോകുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഇന്ത്യയിൽ കൂടെ തന്നെയാണോ പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നുണ്ട്, സത്യസന്ധമായിട്ട് പറയാണ്. നമ്മൾ വേറെ ഏതോ രാജ്യത്തെത്തി വേറെ ഏതോ രാജ്യത്തെ വഴികളിലൂടെ പോകുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇത്രയും മൈൻഡ് നമുക്ക് വല്ലാത്തൊരു സന്തോഷം കിട്ടും. നമ്മളിതാ ഇപ്പം ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് നമ്മൾ പഹൽഗാമിലോട്ട് കയറാൻ പോവാ. ഇത് ഈ വെച്ച ബോർഡൊക്കെ കണ്ടോ? ഇതൊക്കെ ഈ അമർനാഥ് യാത്രയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ ഇവിടെ ബോർഡുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ റൂട്ടായിരിക്കണം അമർനാഥൊക്കെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഒരിക്കൽ അമർനാഥ് യാത്ര ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത് എപ്പോഴെങ്കിലും ഒരിക്കൽ അവിടെ നമ്മൾ പറയുന്ന പോലെ അവിടെ എത്തേണ്ട സമയമാകുമ്പോൾ നമ്മൾ എത്തും എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും നമുക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ശരിക്കും നിങ്ങൾ നോക്ക്, നമ്മൾ ഇന്ത്യയിൽ കൂടെ പോകാമെന്നുള്ള തോന്നലേ നമുക്ക് വരൂല ഈ ഒരു വഴിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്. അങ്ങനെ നമ്മളിവിടെ പഹൽഗാം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പഹൽഗാമിൽ നിന്ന് നമുക്ക് ഇവിടെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കണ്ടു പോകാൻ പറ്റും. ഇവിടെ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഒരു ഹോഴ്സ് റൈഡ് എടുത്തിട്ട് അവിടെ ബൈസൺ വാലി വരെ പോകുന്ന അവർ അറിയില്ല, പോവുകയാണെങ്കിൽ അവിടം വരെ പോവാം. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അവർ നമ്മൾ എവിടം വരെ കൊണ്ടുപോകുമോ അവിടം വരെ പോവാം. അങ്ങനെ നമ്മളിത് അവിടെ ഒരു ഹോഴ്സ് റൈഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കൂടെയുള്ള എല്ലാവരും ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് പേര് എടുത്തിട്ടുണ്ട്. കുതിരപ്പുറത്താണുള്ളത്. പേടിയുണ്ട്. നമ്മളിപ്പോ ഇവിടെ ഒരു ഹോഴ്സ് റൈഡിന് പോവാ പഹൽഗാമില്. ശരിക്കും നമ്മൾ വേറെ എവിടെയോ എത്തിയൊരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു കാഴ്ച ഇങ്ങനെ കാണുന്ന സമയത്തെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത വേറെ ഏതോ ഒരു സ്ഥലത്തൊക്കെ വന്ന് പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്നിപ്പോ ബൈസൺ വാലി വരെ പോകാൻ പറ്റില്ല, അതിന്റെ തൊട്ട് പുറകിൽ വരെ പോകും. ഇനി ഒരു കാര്യം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഹോഴ്സ് റൈഡിന് അവർ പറയുന്ന പൈസേൻ്റെ 7 അയലത്ത് വരൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ 2000 ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയും. 2000 അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 300 പറയണം. അതാണ്, ഒരിക്കലും നിങ്ങൾ അവർ 2000 പറഞ്ഞല്ലോ അപ്പോൾ നമ്മളൊരു മിനിമം 1000 1500 പറയണ്ടേന്ന് വിചാരിച്ചിട്ട് പറയേ ചെയ്യരുത്. ഞാൻ പഠിച്ച പാടാണ്. ഇവിടെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് 300 രൂപ മുതൽ ഹോഴ്സ് റൈഡ് കിട്ടും. നമ്മൾ നല്ല പോലെ ബാർഗെയിൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ 250 രൂപയ്ക്കും കിട്ടും. പക്ഷേ എൻ്റെ ബാർഗെയിനിങ് സ്കില്ല് അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട് 500 രൂപയ്ക്കാണ് നമ്മളിത് ഫിക്സ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 300 രൂപയ്ക്ക് ഉറപ്പായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈഡ് കിട്ടും. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള കുറച്ച് പേരിൽ 400 രൂപയ്ക്കൊക്കെ കിട്ടിയവരുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കണം, അത് കുതിര തന്നെയാണോ നോക്കണം. അതാണ് കാരണം. ഇവിടെ കുതിര മാത്രമല്ല, നമ്മുടെ ഈ ക്രോസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അത്ര പ്രിഫർ ചെയ്യുന്നില്ല ഞാൻ. അപ്പോൾ കുതിര നമുക്ക് അത്യാവശ്യം 300 രൂപ മുതലൊക്കെ ഇവിടെ കിട്ടാനുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. മനോഹരം എന്നുള്ള വാക്കിന് കറക്റ്റ് ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്നതാണ്. എന്താണ് മനോഹരം? നിങ്ങൾ ഈ കാണുന്നതാണ് മനോഹരം. അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങൾ നമുക്ക് ഉറപ്പിച്ചിട്ട് ഇതാണ് മനോഹരം എന്നങ്ങ് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് മൊത്തം.
ഇവിടെയും നമുക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഏത് സ്ഥലമാണെങ്കിലും നല്ലപോലെ ബാർഗെയിൻ ചെയ്യുക. ബാർഗെയിൻ ചെയ്യുക വെച്ചാൽ അവർ പറയുന്ന പൈസയുടെ അടുത്തേ പോകണ്ട. 1000 പറഞ്ഞാൽ 200 പറയുക, 2000 പറഞ്ഞാൽ 300 പറയുക. ആ രീതിയിൽ ബാർഗെയിൻ ചെയ്യാനുള്ള സ്കില്ല് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പം തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പം അതാണ് ചെറിയൊരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു തിരക്ക് നമ്മളൊന്ന് കുറച്ച് മാറ്റി വെച്ചാൽ നല്ല രസമാണ്. നമ്മൾ കുതിരപ്പുറത്ത് പോകുമ്പം ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണിത്. ഇവിടുന്ന് നമുക്ക് പഹൽഗാം വാലിയുടെ ഒരു നല്ല വ്യൂ കിട്ടും. നിങ്ങൾ ഈ കാണുന്നതാണ് പഹൽഗാം വാലി എന്ന് പറയുന്നത്. ഈ ഒരു വ്യൂ കിട്ടുന്ന ഫസ്റ്റ് വ്യൂ പോയിന്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് പോകുന്ന വഴിയിലുള്ള ഈ വ്യൂ പോയിന്റിൽ അവർ കുറച്ചു നേരം നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തി തരും. എന്നിട്ടാണ് നമ്മൾ പോവുക. അതേപോലെ തന്നെയുള്ള അടുത്തൊരു സ്പോട്ടാണ് ഇതും. നമ്മൾ കാണുന്നത് പഹൽഗാം വാലിയുടെ ഒരു പിക്ചർ തന്നെയാണ് ഇവിടുന്ന് നമ്മൾ കാണുക. പക്ഷെ അവിടെ നമുക്ക് കുറെ കൂടെ വിശാലമായിട്ടുള്ള ഒരു വ്യൂ ഇവിടുന്ന് കിട്ടും. മുകളിലോട്ടൊക്കെ കണ്ടോ, മൊത്തം മഞ്ഞ് വീണ് കിടന്നിട്ട് മേഘങ്ങളും കൂടെ ചേരുമ്പം ഏതാണ് മഞ്ഞ് ഏതാണ് മേഘം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നത് കണ്ടോ. ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഭംഗിയാണില്ലേ. ഈ സ്ഥലങ്ങൾ മൊത്തം അങ്ങനെയാണ്. വിന്ററൊക്കെ കഴിഞ്ഞ് മൺസൂണൊക്കെ കഴിഞ്ഞ ടൈമിൽ ഈ ഒരു പഹൽഗാമിന്റെ ഭംഗി വേറെ തന്നെയാണ്, കംപ്ലീറ്റ് വേറെ തന്നെയാണ്. നമ്മൾ ഇവിടെയാണോ വിന്റർ സമയത്ത് വന്നതെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ മാറിയിട്ടുണ്ടാവും. നമ്മൾ കുറേ റീലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഹൽഗാം 2 സീസണിലുള്ള ഭംഗി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ശരിക്കും കാശ്മീർ നമ്മൾ 2 സീസണിലും വരണം. ഒന്ന് വിന്റർ സമയത്തും വരണം, പിന്നെ വിന്ററൊക്കെ മാറി മൊത്തം പച്ചപ്പായി കിടക്കുന്ന സമയത്തും വരണം. ഈ 2 ടൈമിലും കാശ്മീർ അതിമനോഹരമായ സ്ഥലമാണ്. അപ്പോൾ വിന്ററിൻ്റെ ഭംഗിയാണ് നമ്മളിപ്പോൾ ഇനി കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ വിന്റർ അല്ലാത്തൊരു സമയത്ത് വീണ്ടും നമുക്ക് കാശ്മീർ വരാം. എന്നിട്ട് കാശ്മീരിലെ ആ ഭംഗി കൂടെ എപ്പോഴെങ്കിലും ഒരിക്കൽ അങ്ങനെ നടക്കട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ സമയത്തും വന്നിട്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റും. അപ്പം ഇതാണ് നമുക്കിപ്പം ഇവിടെ യാത്ര ചെയ്തിട്ട് വരാൻ പറ്റുന്ന എൻഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഇറക്കും. ഇവിടുന്ന് നമുക്ക് കുറച്ചു നേരം മഞ്ഞിലൊക്കെ കളിക്കാൻ പറ്റും. പൈസൻ വാലി എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ചുകൂടിയും പോകാനുണ്ട്. പക്ഷെ ഇപ്പം അങ്ങോട്ടേക്ക് ആരെയും അവർ കടത്തി വിടുന്നില്ല. 2 റീസണാണ്. ഒന്ന് സ്നോയുടെ പ്രശ്നമുണ്ട്, രണ്ടാമത്തത് അവിടെ ഇപ്പോഴും കുറേ പരിശോധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാനിപ്പം നിൽക്കുന്നതേ നമ്മൾ ഇവിടെ പഹൽഗാം എന്ന് ബൈസൺ വാലിയിലോട്ട് പോകുന്ന വഴിയിൽ ഒരു പകുതി വരെ നമുക്ക് ഇപ്പം വരാൻ പറ്റുള്ളൂ. ബാക്കി അങ്ങോട്ട് ഇപ്പം ക്ലോസ്ഡ് ആണ്. ഇവിടുന്ന് കുറച്ചുകൂടി ദൂരം പോയാലാണ് നമ്മുടെ ആ ഒരു അറ്റാക്കൊക്കെ നടന്നിട്ടുള്ള ആ ഒരു ബൈസൺ വാലി എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം നമുക്ക് പോകാൻ പറ്റുന്ന ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പഹൽഗാമിൽ ഇത്. അത് തന്നെ ഇങ്ങോട്ട് നമ്മൾ കുതിരപ്പുറത്തൊക്കെ വരണം, വേറെ ഒരു ഓപ്ഷൻ ഇങ്ങോട്ടേക്ക് വരാനില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുന്ന, അല്ലെങ്കിൽ മഞ്ഞ് മാത്രമുള്ളൊരു സ്ഥലം. മഞ്ഞിൻ്റെ ഇടയിൽ കുറേ മരങ്ങൾ, ഫുൾ മഞ്ഞ്. അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. നമുക്ക് ഇപ്പം ബൈസൺ വാലി പോകാൻ പറ്റില്ല,
ഇവിടെ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഇവിടുന്ന് നമ്മളൊരു 400-500 മീറ്റർ കൂടി പോയാൽ ബൈസൺ വാലിയായി. തെന്നുന്ന്. അപ്പോൾ അവിടെയാണ് ആ ഒരു സംഭവമൊക്കെ നടന്നത്. അതായത് വലിയൊരു അറ്റാക്കൊക്കെ നടന്ന് നമ്മുടെ രാജ്യത്തിനെ ആത്മാവിനെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയൊരു അറ്റാക്ക് നടന്നു. ഓപ്പറേഷൻ സിന്ദൂറായിട്ട് നമ്മൾ തിരിച്ചടിച്ചു. അങ്ങനെ ആ ഒരു സംഭവത്തിൽ നമ്മൾ വലിയൊരു വിജയം അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നതാണ്. കാരണം എല്ലാവർക്കും നമ്മുടെ രാജ്യത്ത് എല്ലാ സ്ഥലത്തും പോയിട്ട് ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാവണ്ടേ. ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഭാഷയുടെയോ ഒന്നിൻ്റെ പേരിലും നമ്മൾ ഒരു ആക്രമണവും നേരിടാൻ പാടില്ല നമ്മുടെ രാജ്യത്ത്. അപ്പം അങ്ങനെ രാജ്യത്തിനെ മുറിപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്രത്തെ നമ്മൾ അകറ്റി നിർത്തണം. ഒരു രീതിയിൽ അതുമായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പം അവിടെ മരിച്ചു വീണ ആൾക്കാരെയും അതിനുവേണ്ടി ഓപ്പറേഷൻ സിന്ദൂരം നടത്തിയിട്ട് അതിൽ മരിച്ചു വീണ ആൾക്കാരെയും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സമയമാണ്. അത് ഇവിടെ ഈ സ്ഥലത്ത് വന്നിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അവരെ നമ്മൾ സ്മരണയോടുകൂടി ഓർമ്മിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് അവർ മരിച്ചു വീണത്. ഒന്നിൻ്റെയും പേരിലല്ല, നമ്മുടെ രാജ്യത്ത് ജീവിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, ഒരു വിഭാഗത്തിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് അവർ ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ അവരെ നമ്മൾ സ്മരണയോടുകൂടി ഈ ഒരു പഹൽഗാമിൽ വെച്ചിട്ട് ഞാൻ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ ആളുകൾക്ക് വലിയൊരു ബിഗ് സല്യൂട്ടും ഈ ഒരു പഹൽഗാമിൽ വെച്ചിട്ട് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു. അപ്പോൾ അതിവിടെ വന്ന് അത് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. നമുക്കിനി ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. കണ്ടോ, ഇവിടെ ഫുൾ മഞ്ഞ് മാത്രം. ഇവിടെ നമുക്ക് കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് മഞ്ഞിൽ കളിക്കാൻ. ആക്ച്വലി എൻ്റെ ഈ ഒരു ഇതെന്ന് പറയുന്നത് വാട്ടർ പ്രൂഫാണ്, ട്രക്കിങ്ങിന് പറ്റിയതാണ്. പക്ഷേ ഇത് സ്നോക്ക് പറ്റിയതല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ നടക്കാൻ. അവിടെ നിന്നൊക്കെ മഞ്ഞ് വീഴുന്നുണ്ടോ? ഓ, മുകളിൽ ഇങ്ങനെ മഞ്ഞ് വീണു. ഇവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ നമുക്ക് മാഗി കിട്ടും. കുറേ നേരം നമ്മളവിടെ സ്നോയിലൊക്കെ കളിച്ച് ഇനിയിപ്പോൾ അവിടുന്ന് തിരിച്ചു പോവാണ്. മെല്ലെ ലൈറ്റൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളെടുത്ത് അൺലിമിറ്റഡ് ടൈം എന്നൊക്കെ പറയുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെങ്ങനെ തിരക്കാക്കും പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ എത്ര നേരം വേണോ അത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് മാത്രം തിരിച്ചു പോയാൽ മതി. കാരണം അവർ പറയുന്ന പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് പോകണമെന്നൊക്കെ അവർ പറയുമെങ്കിൽ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക വേണ്ട. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ നമുക്ക് എത്ര നേരം നിൽക്കണോ, എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്യണോ, അതൊക്കെ നോക്കിയിട്ട് മാത്രം തിരിച്ചു പോയാൽ മതി. അവർ വെറുതെ നമ്മളെങ്ങനെ ധൃതിയാക്കും, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക വേണ്ട. കണ്ടോ, മഞ്ഞ് വീണ് കിടന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സന്ധ്യ ആകുന്നതിനനുസരിച്ച് മഞ്ഞ് വീഴ്ച കൂടും. അധികം മഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വഴിയൊന്നും യാത്ര ചെയ്യാൻ പറ്റാണ്ടാവും. കാരണം കുതിരകൾക്ക് കൂടുതൽ മഞ്ഞായി കഴിഞ്ഞാൽ പോകാൻ പറ്റൂല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കഴിയുന്നതും ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ട് അധികം ലേറ്റ് ആവാതെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കണം. പിന്നെ നമ്മൾ വരുന്ന വണ്ടിക്കും പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റാണ്ടായി. ഇപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വന്നിട്ട് പഹൽഗാം താമസിക്കാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള ഗുൽമാർഗ്, സോൻമാർഗ്, പഹൽഗാം ഇവിടെയൊക്കെ നമുക്ക് സ്റ്റേ കിട്ടും. അതായത് ശ്രീനഗറിൽ തന്നെ നിന്നിട്ട് ഇവിടെയൊക്കെ വരണമെന്നില്ല. പക്ഷെ ശ്രീനഗറിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലവും പോയിട്ട് കാണാവുന്നേ ഉള്ളൂ. ഇവിടെയും നമുക്ക് ഹോട്ടൽസും റൂംസും കാര്യങ്ങളൊക്കെ കിട്ടും. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നും. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിട്ടിട്ട് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റുന്ന തോന്നുന്ന ചില സമയങ്ങളാണ് യാത്രകൾ എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും യാത്രകൾ നമ്മൾ ആ സമയങ്ങളിൽ നമ്മുടെ സന്തോഷം, നമ്മുടെ മൂഡ് ഇതൊക്കെ അവിടെ തന്നെ നിൽക്കും. അല്ലാത്തപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് മൈൻഡൊക്കെ ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ യാത്രകളിൽ ഇത്തരം മനോഹരമായ സ്ഥലങ്ങളിൽ വന്നിട്ട് അവിടെ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് നല്ല കൂളാവും, മൈൻഡ് നല്ല ഹാപ്പിനെസ് ആവും. അത് വല്ലാത്തൊരു ഫീലാണത്. എത്ര വണ്ടികളാണ് അവിടെ പാർക്കിങ്ങിൽ നോക്കി. ഇതൊക്കെ ഇവിടെ വന്ന ആളുകളുടെ വണ്ടികളാണ്. നോക്ക് നിങ്ങൾ, അവിടെ മൊത്തം വണ്ടികൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ആ ഒരു വ്യൂ ഉണ്ടോ, നേരത്തെ നമ്മൾ കണ്ട ഒരു പഹൽഗാം വാലിയുടെ വ്യൂ ആണത്.
അപ്പോൾ നമ്മളെ മോളിൽ പോയി വന്നില്ലേ, ഇനി ഇവിടെ ഒരു ചെറിയൊരു നദി ഒഴുകി പോകുന്നുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാൻ പോകുന്ന സ്ഥലം നോക്ക്, ഫുൾ മഞ്ഞ്. എൻ്റെ കാണിച്ചു തരാം കേട്ടോ, നോക്ക്, ഫുൾ മഞ്ഞ്. ഇതുവഴി വെള്ളം ഒഴുകി പോകുന്ന കാണാൻ പറ്റും. അയ്യോ, കണ്ടോ? വാവ്, ഞാനിപ്പോൾ ഈ മഞ്ഞിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. വാവ്, ഇപ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, എങ്ങനെയാ പറയേണ്ടതെന്ന് പോലും അറിയില്ല കേട്ടോ. വാവ്, ശരിക്ക് വെറുതെ പറയുന്നില്ല ഭൂമിയിലെ സ്വർഗം ഉണ്ടായത് കാശ്മീരാണെന്ന്. ഞാനിപ്പോൾ ദാ പഹൽഗാമിൽ ഈ ഭംഗി ഇങ്ങനെ കണ്ടിട്ട് ഓ എന്താ പറയണ്ടേ, പറയാൻ വാക്കുകളില്ല. ഈ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഇവിടെ തന്നെ നിൽക്കണം തോന്നും. എത്ര നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവാത്തൊരു ഫീലാണ് ഈ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ. എന്തായാലും നമുക്കിനി ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ ഇറങ്ങാം ഇനി. കാരണം കൂടുതൽ സന്ധ്യ ആകുമ്പം നല്ല സ്നോഫോളൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡൊക്കെ ബ്ലോക്ക് ആവും, പിന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും. ഇപ്പം തന്നെ അവിടെയൊക്കെ ബ്ലോക്ക് വന്നിട്ടുണ്ടാവും, ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മളിനി കൂടുതൽ ഇവിടെ ലേറ്റ് ആവാൻ പാടില്ല, നമുക്ക് തിരിച്ച് ഹോട്ടലിൽ എത്തേണ്ടതാണല്ലോ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ കൂടുതൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെന്ന്. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്ഥലത്ത് ഉള്ള ഒരു കടയാണിത്. ഇവിടെ നമുക്ക് ആപ്പിളിൻ്റെ ഫ്രഷ് ജ്യൂസ് കിട്ടും. അതായത് നേരിട്ട് പറിച്ചെടുത്ത് അവർ കൊണ്ടുവെക്കുന്ന ആപ്പിളുകൾ നമുക്ക് ഇവിടുന്ന് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അത് അവർ നമുക്ക് ജ്യൂസായിട്ട് ഒന്നും ചേർക്കാതെ പ്യുവർ ആപ്പിൾ ജ്യൂസായിട്ട് അവിടുന്ന് നമുക്ക് അവരുണ്ടാക്കി തരും. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ജാമും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. അവരുണ്ടാക്കി വെക്കുന്നത് ഇതൊക്കെ ഹോം മെയ്ഡായിട്ട് അവരുണ്ടാക്കുന്നതാണ്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളും വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഈ ഒരു മെഷീനിലാട്ടോ പുള്ളി ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ മുസംബി ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെയാണ് ഇവിടെ ഇവർ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഒന്നും ചേർക്കാതെ ഡയറക്റ്റ് ആപ്പിൾ അതിൻ്റെ അകത്തോട്ട് ഇടുന്നു, ആ ഒരു മെഷീനിൽ അത് പ്രസ് ചെയ്ത് നല്ല ജ്യൂസ് പോലെ ആക്കി എടുക്കുന്നു, അത് അവർ സെർവ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഈ ഒരു ഐറ്റം കണ്ട് ഇത് കാശ്മീരികൾ പൊതുവേ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് ചൂടിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കാശ്മീരികളുടെ ഒരു വസ്ത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ, അപ്പം ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പിടിക്കും. എന്നിട്ട് അവരുടെ കൈ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കും. അതിന് ഉപയോഗിക്കുന്ന ഒരു സാധനം കേട്ടോ അത്. അങ്ങനെ എന്തായാലും ഇവിടുന്ന് ഒരു ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് തന്നെ നമ്മുടെ തിരിച്ചുള്ള യാത്ര നമുക്ക് ഇവിടുന്ന് തുടരാം. ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് കാഴ്ചകളൊന്നുമില്ല, നേരെ നമ്മൾ നമ്മുടെ ഹോട്ടലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടോ ഇവിടെ ഇങ്ങനെ ആപ്പിളൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്, പല വെറൈറ്റി ആപ്പിളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ പറയണം. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കണം. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി കാണാൻ പറ്റും. അപ്പം നമുക്ക് മറ്റൊരു ദിവസം കാശ്മീരിലെ തന്നെ മനോഹരമായ കാഴ്ചകളുടെ വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും ഞാൻ ഈ ജ്യൂസൊക്കെ കുടിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.